ഹലോ എവ്രി വൺ, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അൺസ്റ്റിച്ചഡ് സ്യൂട്ട്സ് ആണ്. ഒരു പ്രോഡക്റ്റ് അതിൽ വന്നിട്ടുള്ളത് സെമി ടസർ ഫാബ്രിക്കിൽ വരുന്നതാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 1799 റേഞ്ചിലാണ്. നമുക്ക് 4 കളേഴ്സ് ഉണ്ട് ഇതിൽ. മറ്റൊരു ഡിസൈൻ വന്നിട്ടുള്ളത് ഇതുപോലെ ക്രേപ്പ് ഷിമ്മർ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനർ അൺസ്റ്റിച്ചഡ് സ്യൂട്ടാണ് വിത്ത് എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആയിട്ട് 3 കളേഴ്സാണ് ഇതിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് വരുന്നത് ലൈലാക്ക് കളർ ടോണിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഷിമ്മർ ഡിസൈൻ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ളത് സിൽവർ ഫിനിഷിലുള്ളതാണ്. അതുപോലെ നെക്ക് വന്നിട്ടുള്ളതാണെങ്കിൽ ഒരു ഷാർപ്പ് വി നെക്കിൽ ഓൾറെഡി ഉള്ള ഈ ഒരു നെക്ക് മാത്രമാണ് നമുക്കിതിൽ ചെയ്യാൻ പറ്റുക. ചുറ്റും ഹാൻഡ് വർക്കാണ്. ഹാൻഡ് വർക്ക് അത്ര ഫിനിഷിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. ചെറിയ കട്ട് ബീഡ്സും ത്രെഡും മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രെഡിൻ്റെ ഈ ഒരു പോർഷൻ എല്ലാം ഫ്രഞ്ച് നോട്ട്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. സൈഡിലോട്ട് വരുമ്പം ചെയിൻ സ്റ്റിച്ചസും അതുപോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ചൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്തിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. അത് ഈ ഒരു ലൈലാക്കിൻ്റെ തന്നെ 2 കളറിലുള്ള ത്രെഡും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു നെക്കിന് ചുറ്റും വരുന്ന വർക്ക് ഡീറ്റെയിലിംഗ്. പിന്നെ അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിലാണ് പെയർ ചെയ്യുന്നത്. അതിൻ്റെ ചുറ്റും സ്കാലപ്പിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സൈഡിൽ കൂടെ എംബ്രോയ്ഡറി വരുന്നുണ്ട്. അത് കട്ട് ബീഡും ത്രെഡും കൂടെയുള്ള എംബ്രോയ്ഡറിയാണ്. ഈ ത്രെഡ് വർക്കും സ്കാലപ്പെല്ലാം വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആയിട്ടുള്ള സ്കാലപ്പിങ്ങും കട്ട് ബീഡ്സിൻ്റെയും കൂടെ വർക്കാണ്. ഇടയ്ക്കൂടെ എല്ലാം സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫില്ല് ചെയ്തിട്ടുള്ളതാണ് ദുപ്പട്ട പെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ബോട്ടം പെയർ ചെയ്തിരിക്കുന്നത് ക്രേപ്പ് സിൽക്കിലാണ്. അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം പെയർ ചെയ്ത് വരുന്നത്. ഇതിൽ അടുത്ത ഷെയ്ഡ് ഒരു പെയിൽ യെല്ലോ കളർ ടോണിലോട്ട് സെയിം ഫാബ്രിക് തന്നെയാണ്. ക്രേപ്പ് സിൽക്കിൽ ഷിമ്മർ എഫക്റ്റും കൂടെ വന്നിട്ടുള്ള ഫാബ്രിക്കാണ്. പിന്നെ യോക്ക് പോർഷനിലോട്ട് വർക്ക് വരുമ്പോൾ യെല്ലോ ത്രെഡും വരുന്നുണ്ട്. യെല്ലോയുടെ കൂടെ തന്നെ ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് അങ്ങനെ 2 കളറിലുള്ള ത്രെഡ് വർക്കാണ് നെക്കിന് ചുറ്റും വരുന്നത്. ദുപ്പട്ട സെയിം പാറ്റേണിൽ തന്നെ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിൽ. ബോട്ടം വന്നിട്ടുള്ളത് ക്രേപ്പ് സിൽക്ക് തന്നെയാണ്. ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡ് ഒരു പേസ്റ്റൽ ലൈറ്റ് ബ്ലൂ ടോണിലോട്ടാണ്. സെയിം പാറ്റേണിൽ തന്നെയുള്ള വർക്ക് നെക്കിന് ചുറ്റും വരുന്നുണ്ട്. 2 കളറിലുള്ള ത്രെഡ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ബോട്ടം ക്രേപ്പ് സിൽക്കാണ്. ദുപ്പട്ട വരുമ്പോൾ വിസ്കോസ് ഓർഗാൻസയിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3799 റേഞ്ചിലാണ്. ഇനി നമ്മൾ സെമി ടസർ സിൽക്കിലുള്ള സെറ്റുകൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ഡസ്റ്റി ഗ്രീൻ കളർ ടോണിലോട്ടാണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഫ്രണ്ടിലെല്ലാം ആ ഒരു ചെറിയ ബൂട്ടേഴ്സ്, ഒരു ഗോൾഡൻ ബൂട്ടേഴ്സ് വീവിങ് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഷെയ്ഡ് വരുന്നത് ബേജ് കളർ ടോണിലോട്ടാണ്. സെമി ടസറിൻ്റെ ഫാബ്രിക് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഈ ഒരു സെറ്റ് വരുന്നത്. യോക്ക് പോർഷനിലോട്ട് ഈ ഡിജിറ്റൽ പ്രിൻ്റ് ആയിട്ട് ഒരു അബ്സ്ട്രാക്ട് പ്രിൻറ്റിംഗ് ആണ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിനകത്തോട്ട് ഡസ്റ്റി ഗ്രീനിൻ്റെ കോമ്പിനേഷനാണ് ഇതിൽ കൂടുതൽ നിൽക്കുന്നത്. ബാക്കി കളേഴ്സും കൂടെ ഒരു മൾട്ടി കളേഴ്സ് വന്നിട്ടുണ്ട്. ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്കിലും ഗ്രീൻ, ഡസ്റ്റി ഗ്രീനും അതുപോലെ ബേജിൻ്റെയും സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് സെമി ടസറിൽ തന്നെയാണ്. അതിലിങ്ങനെ അബ്സ്ട്രാക്ട് പ്രിൻറ്റിംഗ് ആണ്. പല കളേഴ്സ് യോക്ക് പോർഷനിൽ കണ്ടിട്ടുള്ള പല ഷെയ്ഡ്സ് ദുപ്പട്ടയിലോട്ടും വന്നിട്ടുണ്ട്. 2 സൈഡിലും ബോർഡറും വരുന്നുണ്ട്. അതൊരു ഗോൾഡൻ വിത്ത് ഈ കളറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ബോർഡർ വരുമ്പോൾ ഈ ഒരു ഇതുപോലെ ഒരു ഡസ്റ്റി ഫീലാണ് ആ ഒരു ബോർഡറിനും വന്നിട്ടുള്ളത്. പിന്നെ ചുറ്റും ആ ഒരു ഡസ്റ്റി ഗ്രീനിൻ്റെ ഫുൾ റൗണ്ട് ഒരു ബോർഡറും വരുന്നുണ്ട്. ബോട്ടം വരുന്നതിൻ്റെ സിന്തറ്റിക് സിൽക്കിലാണ്. സെയിം കളർ ടോൺ തന്നെ. അടുത്തത് ബ്ലൂ കളർ ടോണിലോട്ടാണ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ്. യോക്ക് പോർഷനിലുള്ള എംബ്രോയ്ഡറി എല്ലാം ഈ ഒരു ബ്ലൂ ഷെയ്ഡിൻ്റെ ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദുപ്പട്ടയും സെയിം അബ്സ്ട്രാക്ട് പാറ്റേണിലുള്ള ദുപ്പട്ടയാണ്. ബോട്ടം വരുന്നത് സിന്തറ്റിക് സിൽക്കിലാണ്. ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ ബ്രൗൺ കളർ ടോണിലോട്ടാണ്. സെയിം പാറ്റേൺ തന്നെയാണ്. ദുപ്പട്ടയും അതേപോലെ തന്നെ സെയിം ഡിസൈൻ. ഇതിലോട്ട് പീക്കോ ഗ്രീൻ്റെ ഒക്കെ കോമ്പിനേഷൻ വരുന്നുണ്ട്. ബോട്ടം എല്ലാത്തിൻ്റെയും സിന്തറ്റിക് സിൽക്കിലാണ് പെയർ ചെയ്യുന്നത്. ലാസ്റ്റ് ഷെയ്ഡാണ് ഹെദർ പർപ്പിൾ കളർ ടോണിലോട്ടാണ് വരുന്നത്. സെയിം പാറ്റേൺ തന്നെ. എല്ലാത്തിലും ആ ബോർഡറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു അബ്സ്ട്രാക്ട് പ്രിൻറ്റിങ്ങും വന്നിട്ടുണ്ട്. സിന്തറ്റിക് സിൽക്കിലുള്ള ബോട്ടാണ് പെയർ ചെയ്യുന്നത്.